എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലളിതാ സഹസ്രനാമ ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നയിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. നമസ്കാരം ഉഷാജി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി, വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതീ നീ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഇന്ന് കണ്ടുമുട്ടുകയാണ്. നമ്മൾ നിർത്തിയത് 69ാമത്തെ ശ്ലോകത്തിലായിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ 70ാമത്തെ ശ്ലോകം മുതൽ തുടങ്ങാം. നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയവർജിത. നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയവർജിത. ഇവിടെ 298 മുതൽ 304 വരെയുള്ള 7 നാമങ്ങളാണ് ഈ 70ാമത്തെ ശ്ലോകത്തിലുള്ളത്. അപ്പോൾ 70ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ നാമം തന്നെ നാരായണി എന്നാണ്. നാരായണി എന്ന നാമം നമ്മൾ നേരത്തെയും കണ്ടു. മഹാലക്ഷ്മി എന്നുള്ള നാമം നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ നാമത്തിൽ തന്നെ നമ്മൾ ഒരുപാട് നാരായണനെയും മഹാലക്ഷ്മിയെയും ദേവിയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വീണ്ടും നമുക്ക് ആദ്യം തന്നെ നാമ അർത്ഥത്തിലേക്ക് പോവാം. നാരായണി എന്ന് പറഞ്ഞാൽ നാരായണന്റെ ശക്തി, അതാണ് നാരായണി. ശിവന്റെ ശക്തിയായിരിക്കുന്ന ദേവി പോലെ നാരായണന്റെ ശക്തിയും ദേവി തന്നെയാണ്. അതുകൊണ്ട് നാരായണന്റെ ശക്തിയായ ദേവി നാരായണി. അപ്പൊ ഇവിടെ ദേവി തന്നെയാണ് പാർവതിയും ലക്ഷ്മിയും ഒക്കെയായി വർത്തിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ദേവി മഹാത്മ്യത്തിലെ 11ാം അധ്യായത്തിലെ നാരായണി സ്തുതി തന്നെ അതിന് ദൃഷ്ടാന്തമാണ്. നാരായണീ നമോസ്തുതേ, നാരായണീ നമോസ്തുതേ എന്ന് പറഞ്ഞിട്ടാണ് ഈ എല്ലാ ശ്ലോകങ്ങളും അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാരായണി സ്തുതി എന്നാണ് ഈ ശ്ലോകത്തിന് പറയുന്നത്. അവിടെ നമ്മള് ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന് നമ്മൾ വന്ദന ശ്ലോകത്തില് എന്നും സ്തുതിക്കാറുമുണ്ട് ദേവിയെ. അപ്പോ നമുക്ക് നാരായണൻ എന്നുള്ള ആ പദം അല്ലെങ്കിൽ എന്നുള്ള ആ ഭാവം ഒന്ന് വിശദമായി നോക്കാം. അതിനുശേഷം നാരായണി എന്ന പദം നമുക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അല്ലെങ്കിൽ അത് തന്നെ നമ്മൾക്ക് നാരായണി എന്നുള്ള പദമായി മാറും. എങ്ങനെയാണെന്ന് കാണാം. നാരായണൻ വിഷ്ണുവാണ്. നാരായണന്റെ സഹോദരിയാണ് വിഷ്ണു സോദരി എന്നുള്ള പേരിൽ നമ്മൾ കണ്ടു ദേവിയുടെ നാമം. വിഷ്ണുവിന്റെ സഹോദരിയാണ്. കൃഷ്ണന്റെ ജന്മസമയത്തെ കഥകളൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോ ശരിക്കും ഈ ശുദ്ധ ബ്രഹ്മം തന്നെയാണ് ആര്? നാരായണി. ഇനി നമ്മള് നാരായണന്റെ 4 ഭാവങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവതാരങ്ങൾ നോക്കുകയാണെങ്കിൽ വാസുദേവൻ, സംഘർഷണൻ, അത് കഴിഞ്ഞാൽ പ്രദ്യുമ്നൻ, അത് കഴിഞ്ഞാൽ അനിരുദ്ധൻ. വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഈ 4 രൂപത്തിലാണ് നമ്മള് നാരായണന്റെ ഭാവം കാണുന്നത്. അപ്പോൾ ഇത് വേറെ നമ്മൾ സംഘർഷണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലരാമനാണെന്നൊക്കെ പറയും. അങ്ങനെ അല്ലാതെ ശരിക്കും വൈഷ്ണവ സമ്പ്രദായത്തില് ഈ 4 രൂപങ്ങൾക്കും അതിലേറ്റവും മുകളിൽ നിൽക്കുന്നതാണ് നാരായണൻ. ബ്രഹ്മമായിട്ട് വർത്തിക്കുന്നതാണ്
ആര്? നാരായണൻ. ആ ബ്രഹ്മത്തിന്റെ തന്നെ അല്ലെങ്കിൽ വാസുദേവൻ, ആ ബ്രഹ്മത്തിന്റെ തന്നെ സുപ്രീം ആയിട്ടുള്ള ആ എംബോഡിമെന്റ് ആണ് ആര്? വാസുദേവൻ. അത് കഴിഞ്ഞാൽ സംഘർഷണൻ എന്ന് പറയുമ്പോൾ രുദ്രന്റെ അംശമായി വരുന്നതാണ്. അതുകൊണ്ട് ആ ഭാവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഹാര ഭാവത്തോടു കൂടിയിട്ടാണ് സംഘർഷണൻ എന്ന ഭാവത്തെ കണക്കാക്കുന്നത്. അത് കഴിഞ്ഞാൽ പ്രദ്യുമ്നൻ എന്ന് പറയുന്നത് ശരിക്ക് ബ്രഹ്മാവിന്റെ സൃഷ്ടിയുടെ പരിപാലനത്തിന്റെ ആ ഭാവമായിട്ടാണ് ഈ പ്രദ്യുമ്നൻ എന്ന ഭാവം. അതുപോലെ തന്നെ വിഷ്ണു സ്വരൂപിയായിട്ട് എല്ലാം പരിപാലിക്കുന്ന സ്വരൂപിയായിട്ടാണ് അനിരുദ്ധൻ എന്ന ഭാവത്തിൽ കാണുന്നത്. അപ്പൊ നമ്മള് ശരിക്ക് വൈഷ്ണവ സമ്പ്രദായത്തില് ആചമനം ചെയ്യുമ്പോൾ ഈ 4 നാമങ്ങൾക്കും 3 ഉപനാമങ്ങളോട് കൂടിയിട്ട് 12 നാമങ്ങളുള്ള ദ്വാദശി മന്ത്രമായി ഭവിക്കുന്നു. അപ്പൊ ഈ ദ്വാദശി മന്ത്രത്തില് നമ്മളൊക്കെയും ജപിക്കുന്ന നാമങ്ങളാണ് ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ. ഇത് 3ഉം വാസുദേവൻ എന്നുള്ള മൂർത്തിയുടെ നാമങ്ങളും. അത് കഴിഞ്ഞാൽ ഓം ഗോവിന്ദായ നമ, ഓം വിഷ്ണവേ നമ, ഓം മധുസൂദനായ നമ. ഇത് സംഘർഷണൻ എന്നുള്ള മൂർത്തിയുടെ നാമങ്ങളും. അതുപോലെ തന്നെ ഓം ത്രിവിക്രമായ നമ, ഓം വാമനായ നമ, ഓം ശ്രീധരായ നമ എന്നുള്ളത് പ്രദ്യുമ്നമൂർത്തിയുടെ നാമങ്ങളും. അത് കഴിഞ്ഞ് ഓം ഹൃഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ എന്നുള്ളത് അനിരുദ്ധമൂർത്തിയുടെ നാമങ്ങളുമായിട്ടാണ് ഗണിക്കുന്നത്. ഇങ്ങനെ 12 നാമങ്ങൾ ഒരു ശ്ലോക രൂപത്തില് ജപിച്ചിട്ടാണ് ആചമനം ചെയ്യുന്ന ആചമന മന്ത്രമായിട്ട് ഇവിടെയൊക്കെ ഗുജറാത്തിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഈ വൈഷ്ണവ സമ്പ്രദായത്തിൽ ആചമനം ചെയ്യുന്ന മന്ത്രമായിട്ട് ഈ 12 നാമങ്ങളാണ് പിന്നെ ഉപയോഗിക്കുന്നത്. അപ്പോ ഇതെല്ലാം ആ ബ്രഹ്മരൂപം തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോ നാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജലം എന്നാണ് അർത്ഥം. ബ്രഹ്മത്തിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് നാരം. കാരണം കാരണ ജലധിയിൽ നിന്നാണ് എല്ലാം ഉദ്ഭവിച്ചത്. നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞു. ആ കാരണ ജലധിയിൽ നിന്ന് എല്ലാം ഉത്ഭവിക്കുന്ന കാരണ ജലധി. അപ്പോ നരൻ എന്ന് പറയുന്ന നമ്മളും ആ ബ്രഹ്മത്തിന്റെ അംശമാണെന്ന് എപ്പോഴെങ്കിലും നരൻ എന്നുള്ള നാമം നമ്മൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലെത്തണം. കാരണം ആ ബ്രഹ്മത്തിന്റെ അംശം തന്നെയാണ് നമ്മൾ. അപ്പോ ആ നാരായണന്റെ ശക്തിയായിരിക്കുന്നതാണ് നാരായണി. അതുകൊണ്ട് തന്നെ ഇവിടെ ദേവിയുടെ നാമം നാരായണി. ഈ നാരായണൻ എല്ലാ രൂപത്തിലും ഉണ്ട്. നമുക്ക് കാണാം. നിൽക്കുന്ന രൂപത്തിലുള്ള മൂർത്തിയായിട്ടുള്ള നാരായണനുണ്ട്, ഇരിക്കുന്ന രൂപത്തിലുള്ള മൂർത്തിയായിട്ടുള്ള നാരായണനുണ്ട്, കിടക്കുന്ന രൂപത്തിലുള്ള മൂർത്തിയായിട്ടുള്ള നാരായണനുണ്ട്, അതുപോലെ ചലിക്കുന്ന രൂപത്തിലുള്ള മൂർത്തിയായിട്ടുള്ള നാരായണനുണ്ട്. ഓരോ നമുക്ക് നിൽക്കുന്ന മൂർത്തിയുള്ള അമ്പലം നമ്മളെ തിരുവല്ലയിലത്തെ ശ്രീവല്ലഭ ക്ഷേത്രത്തില് നിൽക്കുന്ന മൂർത്തിയാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ നിൽക്കുന്ന മൂർത്തിയുള്ള നാരായണനെ അല്ലെങ്കിൽ കൃഷ്ണനെ കാണാം. അതുപോലെ തന്നെ ഇരിക്കുന്ന രൂപത്തിലുള്ള മൂർത്തിയാണ് തൃപ്പൂണിത്തറയിലെ പൂർണ്ണത്രയീശൻ ഇരിക്കുന്ന രൂപത്തിലുള്ള മൂർത്തിയാണ്. കിടക്കുന്ന മൂർത്തി അനന്തശയനമുള്ള മൂർത്തി നമുക്ക് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണാം. ഇനി ചരിക്കുന്ന മൂർത്തി പുരിയിൽ പോയി കഴിഞ്ഞാൽ ആ രഥത്തിലാണ് ആ ദേവൻ. അപ്പോൾ ചരിക്കുന്ന മൂർത്തിയായിട്ടാണ് സങ്കല്പം. മറ്റിടത്തൊക്കെ ദേവന്റെ എന്താ പറയുക, ആ തിടമ്പ് മാത്രം എടുത്തിട്ടാണ് പ്രദർശനം ചെയ്യിപ്പിക്കാറ്. പക്ഷേ ദേവനെ തന്നെ പ്രദർശനം ചെയ്യിപ്പിക്കുന്ന, ദേവൻ തന്നെ സദാ ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ പിന്നെന്താ പറയുക, യാനകം ആയിട്ടുള്ള അവസ്ഥയിലുള്ള മൂർത്തിയാണ് എവിടെയുള്ളത്? പുരി ജഗന്നാഥ ക്ഷേത്രത്തിലുള്ള. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഈ ബ്രഹ്മത്തില് ഈ ചൈതന്യം നിറഞ്ഞു നിൽക്കുകയാണ്. നാരായണൻ എന്നുള്ള ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. ആ ചൈതന്യത്തിന്റെ ശക്തിയായി ദേവി ഇരിക്കുന്നു. അതുകൊണ്ട് ദേവിയുടെ നാമം നാരായണി എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിയുന്നത്ര കാര്യങ്ങള് നമ്മൾക്ക് എവിടെയൊക്കെ നമ്മൾക്ക് സ്പർശിക്കാൻ പറ്റുമോ അതെല്ലാം സ്പർശിച്ച് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഈ സഹസ്രനാമം. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ ഉപനിഷത്തുകളായാലും വേദങ്ങളായാലും മന്ത്രശാസ്ത്രമായാലും തന്ത്രശാസ്ത്രമായാലും യോഗശാസ്ത്രമായാലും അതെല്ലാം അടുക്കി പെറുക്കി വെച്ചിരിക്കുകയാണ് ഈ ലളിതാ സഹസ്രനാമത്തില്. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് കണ്ടറിയാൻ പറ്റും എന്നുള്ളതാണ്. ആ ദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തെ ശരിക്കും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള മാലാമന്ത്രമാണ് ലളിതാ സഹസ്രനാമം. അടുത്ത നാമത്തിലേക്ക് നമുക്ക് പോവാം. 299 നാമം നാദരൂപ. നമ്മള് വളരെ
വ്യത്യസ്തമായിട്ട് വളരെ അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ടും കണ്ടു കഴിഞ്ഞതാണ് നാദത്തെക്കുറിച്ചും നാദം എങ്ങനെ ബ്രഹ്മാണ്ഡമായി മാറിയെന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി കണ്ടതാണ്. എങ്കിലും ഒന്നുകൂടി നമ്മൾക്ക് ഈ നാമത്തെ നമുക്ക് സ്മരിക്കാം. നാദം രൂപമായവളാണ് നാദരൂപ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശബ്ദസ്വരൂപിണിയാണ് ദേവി. ഇവിടെ ശബ്ദസ്വരൂപിണിയായിരിക്കുന്ന ദേവിയാണ്. ആ ദേവിക്ക് നമസ്കാരം എന്നാണ് ഓം നാദരൂപായേ നമ എന്നുള്ള ഈ 299 നാമം സൂചിപ്പിക്കുന്നത്. അപ്പോൾ സൃഷ്ടിയുടെ ഉത്ഭവം തന്നെ ഓംകാരമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ദേവി പ്രണവസ്വരൂപിണിയാണ്. അതുപോലെ തന്നെ ദേവി ഓംകാര സ്വരൂപിണിയാണ്. അതുപോലെ ദേവി ഈ പ്രപഞ്ച സ്വരൂപിണിയാണ്. അപ്പോൾ ദേവി തന്നെയാണ് എല്ലാമായി മാറിയത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആ ബ്രഹ്മാണ്ടം തന്നെ ദേവിയാണ്. അപ്പോൾ ഇവിടെ ദേവി നാദരൂപിണിയാണ്. കാരണം നാദത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ബ്രഹ്മാണ്ടത്തിൻ്റെ തന്നെ ഉദ്ഭവം ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശബ്ദത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ വൈഖരി, പര, പശ്യന്തി, മധ്യമ, വൈഖരി. ഇപ്പം നമ്മളെ താഴത്തെ തട്ടുന്നുള്ള ശബ്ദത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ പര എന്നുള്ളത് മൂലാധാരത്തിൽ ചേർന്ന് കിടക്കുന്ന ആ രൂപത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശബ്ദമാണ്, ആ ധ്വനിയാണ് പര. ആ പര യോഗികൾക്ക് ശ്രവിക്കാൻ പറ്റുന്ന ശബ്ദമാണത് പര. പരയുടെയും തൊട്ട് മുകളിലുള്ളതാണ് പശ്യന്തി എന്നുള്ള അവസ്ഥയിൽ വരുന്ന ശബ്ദം. ശബ്ദത്തെ കാണുന്ന ഒരു തലമാണത്. ശബ്ദം കേൾക്കാൻ പറ്റില്ല, പക്ഷെ ശബ്ദത്തെ കാണുന്ന തലമാണ് പശ്യന്തി. പശ്യന്തിയുടെ മുകളിലേക്ക് പോകുമ്പോഴാണ് മധ്യമ എന്നുള്ള തലം വരുന്നത്. മനസ്സിൽ ഉണ്ടാകുന്ന ഏറ്റവും ആ ചെറുതായിട്ടുള്ള ശബ്ദത്തിനെയാണ് എന്താണ് മധ്യമ എന്ന്. അത് നമ്മുടെ തൊണ്ടയിലെത്തി നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലെത്തുന്ന ശബ്ദമായി മാറുമ്പോൾ അതിന് വൈഖരി എന്ന് പറയും. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ശബ്ദം വൈഖരി എന്നുള്ള, അപ്പം ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതൊക്കെ ഉള്ള ശബ്ദ തരംഗങ്ങൾ വൈഖരി എന്നുള്ള രൂപത്തിലുള്ള ശബ്ദ തരംഗങ്ങളാണ്. അപ്പോൾ 4 തരത്തിലുള്ള ഇതിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവസ്ഥയാണ് പര. ഏറ്റവും വിശാലമായിട്ടുള്ള അവസ്ഥയാണ് പര എന്നുള്ളത്. ആ പര എന്നുള്ള അവസ്ഥയിൽ അതിന് 9 തലങ്ങളുണ്ടെന്ന് നമ്മളെ മനോന്മനി എന്നുള്ള നാമം പഠിച്ചപ്പോൾ കണ്ടു കഴിഞ്ഞു. വളരെ മനോഹരമായിട്ടുള്ള നാമമായിരുന്നു മനോന്മനി എന്നുള്ള. സമനീഭാവവും ഉന്മനീഭാവവും ശബ്ദത്തിൻ്റെ ഈ 2 അടിസ്ഥാന ഭാവങ്ങൾ ചേർന്ന് വരുമ്പോഴുള്ള ആ ഫോർമേഷൻ സ്റ്റേറ്റാണ് മനോന്മനി എന്നുള്ള ഭാവം. അപ്പോൾ ഇവിടെ ശരിക്കും ഈ വൈഖരി എന്നുള്ള ശബ്ദത്തെ പര എന്നുള്ള 9 തലങ്ങളിലേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ അതിൻ്റെ ടെക്നിക്കായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എങ്കിലും 9 തലങ്ങളെ നമുക്ക് പറയാം. ബിന്ദു, ഉച്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ശബ്ദത്തിൻ്റെ ആ തലമാണ് ബിന്ദു. അതിൻ്റെയും പകുതിയാവുമ്പോഴാണ് അർദ്ധചന്ദ്രൻ എന്ന് പറയുന്നത്. അതിനേക്കാളിലും പകുതിയായി വരുമ്പോൾ രോദിനി, ത്രികോണാകൃതിയുള്ള ശബ്ദത്തിൻ്റെ ഒരു ഉദ്ഭവസ്ഥാനമാണത്. അത് കഴിഞ്ഞാൽ നാദം, ആ പ്രപഞ്ചനാദം തന്നെ, പ്രണവമന്ത്രമായി നിൽക്കുന്ന ആ പ്രപഞ്ചനാദം തന്നെ നാദം എന്നുള്ള 4ാമത്തെ തലത്തിലെത്തുന്നു. നാദത്തിൻ്റെ അന്തമാണ്, നമ്മൾ താഴോട്ടാണ് പോകുന്നത് ഏറ്റവും ചെറിയതിലേക്ക്. നാദത്തിൻ്റെ അന്തം, എവിടുന്ന് നാദം ഉത്ഭവിക്കുന്നുവോ അതിൻ്റെ അന്തസ്ഥാനമാണ് നാദാന്തം. നാദാന്തം എവിടുന്ന് ആ ഡൈനാമിക് ആയിട്ടുള്ള പവർ ഒറിജിനേറ്റ് ചെയ്യുന്നു, നാദാന്തത്തിൻ്റെ പിറകിലുള്ളത്, അതാണ് ശക്തി എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ തലം. അവിടുന്ന് നമ്മൾ താഴോട്ട് പോകുമ്പോൾ വ്യാപിനി, പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ ശബ്ദത്തിൻ്റെ ആ ഉദ്ഭവത്തിൻ്റെ അണുവാണ് വ്യാപിനി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പ്രപഞ്ചബോധമായിട്ടുള്ള ആ മനസ്സ്, ആ പ്രപഞ്ചബോധമായിട്ടുള്ള മനസ്സ്, ആ മനസ്സാണ് ഈ പ്രപഞ്ചമായിട്ട് മാറുന്നതും അതിനുശേഷം ചരാചരങ്ങളായി മാറുന്നതും. ആ മനസ്സിനെ സമനി എന്നുള്ള തലത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതിലും താഴേക്ക് പോകുമ്പോൾ ആ മനസ്സിനും അപ്പുറമുള്ള ആ പരാശക്തിയുടെ വിലാസമാണ് എന്ത്? ഉന്മനീഭാവം. അപ്പോൾ മനോന്മനി എന്നുള്ള നാമം നമ്മൾ കണ്ടതിൻ്റെ തന്നെയാണ്. അങ്ങനെ നാദരൂപമായിട്ട് ഏറ്റവും വിശാലമായിട്ടുള്ള പ്രപഞ്ചരൂപമായിട്ടുള്ള ആ ഉന്മനീഭാവത്തിൽ നിന്നും വൈഖരിയിലേക്ക് എത്തുന്ന എല്ലാമായി നിൽക്കുന്ന ആ ദേവിയുടെ സ്വരൂപമാണ്. ആ സ്വരൂപമായിട്ടുള്ള ദേവിയാണ് നാദരൂപ എന്നുള്ള ദേവി. ആ ദേവിക്ക് നമസ്കാരം. പെട്ടെന്ന് നമുക്ക് 300ാമത്തെ നാമത്തിലോട്ട് പോവാം. 30% നാമങ്ങളായി 300 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 70ാമത്തെ ശ്ലോകത്തിലെ 300ാമത്തെ നാമം നാമരൂപ വിവർജിത. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്?
നാമരൂപ വിവർജിത. അപ്പോൾ നാമവും രൂപവും ഇല്ലാത്തവൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉന്മനി ഭാവത്തിലൊക്കെ എത്തുമ്പോൾ ദേവിക്ക് നാമത്തിന്റെയും ധൂപത്തിന്റെയും ഒന്നുമില്ല, പ്രപഞ്ച ശക്തിയായിട്ട് ദേവി നിൽക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആകൃതിയോ കൃത്യമായിട്ടുള്ള രൂപമോ ഒന്നുമില്ലാതെ, നാമവും രൂപവും ഒന്നും കൊടുക്കാൻ പറ്റാത്ത, സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ആ പ്രപഞ്ച സ്വരൂപിണിയായിട്ടുള്ള ആ ദേവിയാണ് നാമരൂപ വിവർജിത എന്നുള്ള ശബ്ദം. അപ്പോൾ നമ്മൾ എന്താണ് ഇത്രയും ഈ ലളിതാ സഹസ്രനാമം കൊണ്ട് ചെയ്യാൻ വാഗ്ദേവതകളായിട്ടുള്ള വശിന്യാദി ദേവതകൾ പോലും ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ 1000 നാമങ്ങൾ കൊടുത്ത് ഈ ദേവിയെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമോ സാധാരണക്കാരായ നമ്മൾക്ക് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് 1000 നാമങ്ങൾ. ആ നാമങ്ങളൊന്നും ദേവിയെ മനസ്സിലാക്കാൻ പര്യാപ്തമല്ല. അതിന് നമ്മൾക്ക് ആ അവസ്ഥയിലെത്തേണ്ടി വരും യോഗിയുടെ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്രയും അല്പമാത്രമായ സ്ഫുരണങ്ങൾ മാത്രമാണ് ഈ നാമങ്ങൾ. അതിൽ ഏത് നാമം പഠിച്ചാലും ആ ദേവിയുടെ ആ അനുഭൂതിയുടെ ഒരു കണം നമ്മളുടെ മനസ്സിലെത്തും. അത് തീർച്ചയാണ്. അപ്പോൾ ജഗദംബയെ സമഗ്രമായിട്ട് പ്രതിപാദിക്കാൻ ഇന്ന് ഒരു നാമത്തിനും കഴിയില്ല. അതുകൊണ്ട് ദേവി നാമത്തിനും രൂപത്തിനും ഒക്കെ അപ്പുറമാണ്. നമ്മൾ ദേവിയുടെ സ്ഥൂല രൂപം കണ്ടു, ദേവിയെ 17 ശ്ലോകത്തിലൂടെ വിശദമായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് സൂക്ഷ്മ രൂപം കണ്ടു ദേവിയുടെ, അത് കഴിഞ്ഞ് സൂക്ഷ്മതര രൂപം കണ്ടു, കാമകലാരൂപം കണ്ടു നമ്മൾ. അതിനുശേഷം സൂക്ഷ്മതമമായിട്ടുള്ള കുണ്ടലിനി രൂപം കണ്ടു ദേവിയുടെ. ഇതൊക്കെ നമ്മൾ കണ്ടെങ്കിലും അതെല്ലാം അപ്പുറമാണ് ദേവി. അപ്പോൾ നാമവും രൂപവും ജഗത്തിന്റെ മിഥ്യകളാണ്, ദേവി ഇതിനെല്ലാം അപ്പുറമാണ്. അപ്പൊ നമ്മൾക്ക് ഒരു കുട്ടി ഇന്ന് ജനിക്കുമ്പോൾ ആ ജനിച്ച കുട്ടി ജനിച്ച സമയത്തെ പൂർണ്ണമാണ്. ഒരൊറ്റ സെല്ല് പോലും നശിക്കാത്ത പൂർണ്ണമാണ് ആ കുട്ടി. ആ കുട്ടിയുടെ ദിവ്യമായ ചൈതന്യം മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചബോധമാണ് അവന് പേര് കൊടുക്കുന്നത്, അവന് രൂപം കൊടുക്കുന്നത്, അവന് കുലം കൊടുക്കുന്നത്, അവന് ജാതി കൊടുക്കുന്നത്, മതം കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്ത് അതാവാൻ വേണ്ടി ശ്രമിച്ച് ആ അദ്വൈത ഭാവത്തിൽ പിറന്ന ആ ശിശു ദ്വൈതരൂപിയായി മാറുകയാണ്. അവിടുന്നാണ് നമ്മൾ ഈ സാധനകളൊക്കെ ചെയ്ത്, നമ്മൾ കുണ്ടലിനിയെ പറ്റി എപ്പോഴും സംസാരിക്കാറുണ്ട്. സഹസ്രാര ചക്രത്തിലെത്തുന്ന ആ അമൃതധാര നമ്മൾക്ക് ധ്യാനനിഷ്ഠനായിട്ട് ആസ്വദിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ദ്വൈതഭാവത്തെ ഉപേക്ഷിച്ച് അദ്വൈതത്തിലെത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നാമരൂപ വിവർജിത എന്ന് പറയുമ്പോൾ ആ അവസ്ഥയിലെത്തി ആ ചൈതന്യത്തെ നമ്മുടെ ഹൃത്കമലത്തിൽ കാണാൻ നമ്മൾക്ക് പറ്റണം എന്നുള്ളതാണ് ഈ നാമം കൊണ്ട് പറയുന്നത്. നാമരൂപ വിവർജിത. അടുത്ത നാമമാണ് 301ാമത്തെ നാമം ഹ്രീങ്കാരി. ഹ്രീം എന്നുള്ളത് ബീജാക്ഷരമാണെന്ന് നമ്മൾ കണ്ടു. നമ്മൾ ശ്രീവിദ്യാ മന്ത്രത്തിന്റെ അക്ഷരങ്ങൾ തൊട്ടുപോയി. മന്ത്രമൊക്കെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതാണ്. എങ്കിലും എന്താണതെന്ന് അറിയാൻ നമ്മൾക്ക് ഒരു സാമാന്യ ബോധമുണ്ടാവാൻ വേണ്ടി നമ്മൾ അതിനെയൊക്കെ ടച്ചപ്പ് ഓൺ ചെയ്തതാണ്. അപ്പൊ ഹ്രീം എന്ന ബീജാക്ഷരം സ്വരൂപമായവളാണ്. അതുകൊണ്ട് ദേവി ഹ്രീങ്കാരി എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോ ഹ്രീം എന്നത് ഭുവനേശ്വരി ബീജമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മായാബീജമാണ്, ഭുവനേശ്വരി ബീജമാണ് ഹ്രീം എന്നുള്ള മന്ത്രം. അപ്പോൾ ശരിക്കും ഹ്രീം എന്നുള്ളത് 3 ശബ്ദ മാത്രകൾ ഉൾക്കൊള്ളുന്നതാണ്. ഹ എന്നുള്ള ശബ്ദവും, അത് കഴിഞ്ഞാൽ റ എന്നുള്ള ശബ്ദവും, അത് കഴിഞ്ഞ് മ എന്നുള്ള അല്ലെങ്കിൽ ഈം അല്ലെങ്കിൽ മ എന്നുള്ള ശബ്ദവും. അപ്പോൾ ഹ്രീം ഈം എന്നുള്ളത്. അപ്പോൾ ഹ എന്നുള്ളത് സൃഷ്ടിയെ സൂചിപ്പിക്കുന്നു, സ്ഥിതിയെ റ എന്നുള്ളതും ഈം എന്നുള്ളത് ശക്തിയെ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ഈ ശബ്ദം പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും ദേവി പ്രപഞ്ചസ്വരൂപിണിയാണ് എന്നുള്ളത് ഹ്രീങ്കാരി എന്ന മന്ത്രം കൊണ്ട് അറിയപ്പെടുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. പിന്നെ ഹ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ എന്നുള്ള, ഹ്രീ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ലജ്ജ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അരുതാത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ, എന്ത് ധർമ്മത്തിന് നിരക്കാത്തതാണോ അത് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു അതിനെതിരായിട്ടുള്ള ആ മനോഭാവമാണ് ലജ്ജ എന്ന് പറയുന്നത്. അപ്പൊ ലജ്ജ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഭൂഷണമാണ് എന്നൊക്കെ പറയും. പക്ഷേ ലജ്ജ എല്ലാവർക്കും വേണ്ടതാണ്. അതാണ് നമ്മളെ സാമൂഹികമായിട്ട് വളരെ ധാർമ്മികമായി നമ്മളെ പെരുമാറാൻ നമ്മളെ നയിക്കുന്ന ആ പ്രേരണാ ശക്തിയാണ് ലജ്ജ എന്ന് പറയുന്നത്. അപ്പൊ ഹ്രീ എന്ന് പറയുന്നത്. അപ്പൊ ദേവി യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത എന്ന് വെച്ച് കഴിഞ്ഞാൽ
ലജ്ജയെ എല്ലാവർക്കും പ്രതിനിധാനം ചെയ്യുന്നത്, കൊടുക്കുന്നത് ദേവിയാണ്. കാരണം ആ ലജ്ജയില്ലെങ്കിൽ എല്ലാവരും ലജ്ജാരഹിതരായി അധർമ്മങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ട് ദേവി ലജ്ജാസ്വരൂപിണിയായിട്ട് നമ്മളിലെ ചിത്തങ്ങളെല്ലാം വിളങ്ങുന്നു. ആ ദേവിക്ക് നമസ്കാരം. ഹ്രീംകാരി, ലജ്ജാസ്വരൂപിണിയായിട്ടുള്ള ദേവി, ആ ദേവിക്ക് നമസ്കാരം. അപ്പോൾ ഹ്രീം എന്നുള്ളത് പ്രപഞ്ചം തന്നെയാണ്, ബീജാക്ഷര മന്ത്രമാണ്. അതുപോലെ തന്നെ ഹ്രീം എന്നുള്ളത് ലജ്ജയാണ്. ദേവി ലജ്ജയെ നമ്മൾക്ക് തരുന്നു. ദേവി ലജ്ജാസ്വരൂപിണിയാണ് എന്നുള്ളത് നമ്മൾ മന്ത്രത്തിൽ കണ്ടു. യാ ദേവി സർവഭൂതേഷു എന്ന് നമ്മൾ കണ്ടു. അപ്പോ ഈ നാമം നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾക്കൊക്കെ അറിയണം, എന്ത് അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ചെയ്യാനുള്ള ആ നമ്മുടെ ത്വരയെ അടക്കാൻ നമ്മൾക്ക് പറ്റണം. അതുകൊണ്ട് ദേവി ഹ്രീംകാരി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 302 നാമം ഹ്രീമതി. ഹ്രീമതി എന്ന് പറഞ്ഞാൽ ഹ്രീമാൻ, ഹ്രീമതി. അപ്പോ ഹ്രീം എന്നുള്ളത് ലജ്ജയാണെങ്കിൽ ഹ്രീമതി എന്ന് പറഞ്ഞാൽ ലജ്ജയുള്ളവൾ, ലജ്ജയുള്ളവളായ ദേവി. അപ്പോ ദേവി ലജ്ജയുള്ളവളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? സാധകൻ ദേവി എന്നെ കടാക്ഷിക്കണേ എന്നൊന്നും പറഞ്ഞാൽ ദേവി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുമെന്ന് കരുതണ്ട. ലജ്ജയാണ് ശരിക്കും ദേവിയുടെ കടാക്ഷം. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കടാക്ഷമല്ലാതെ ദേവിയുടെ സ്പിരിച്വലി ഉള്ള കടാക്ഷം, ആത്മീയമായിട്ടുള്ള ആ ചൈതന്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ ദേവി ലജ്ജാസ്വരൂപിണിയാണ്. ദേവിയെ ശരിക്കും കുലസ്ത്രീകളെ പോലെയാണ് ദേവി. ശരിക്കും ദേവിയെ അറിയണം. ദേവിയെ അറിയുന്ന ശ്രീ പരമേശ്വരന് മുന്നിൽ മാത്രമേ ദേവി പ്രകടയാവുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ആ നരൻ എന്നുള്ള ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ശ്രീ പരമേശ്വരനെ പോലെ ആയി മാറും. അപ്പോൾ ദേവി നമ്മൾക്ക് പ്രകടയാവും എന്നുള്ളതാണ്. അപ്പൊ ദേവി നല്ല ഭക്തി വേണം ദേവി പ്രകടയാണെങ്കിൽ. അതുകൊണ്ട് ദേവി, അതുപോലെ തന്നെ ഹ്രീമതി എന്നുള്ള രൂപത്തിൽ നമുക്ക് അതിനെ കാണാം. ഹ്രീം എന്നുള്ള നല്ല രൂപത്തിലുള്ള മതി, ബുദ്ധി തരുന്നത് ദേവി, അങ്ങനെയും ഹ്രീമതി എന്ന് നമുക്ക് കണക്കാക്കാം. പക്ഷേ ദേവി ലജ്ജാസ്വരൂപിണിയാണ്. അതുകൊണ്ട് ഹ്രീമതി എന്നുള്ള നാമം. 303 നാമമാണ് ഹൃദ്യ. ഇവിടെ ഹൃത്തിൽ ഭവിച്ചവളാണ്. ഹൃത്തിൽ നിന്നും ഹൃത്തില് ഭവിച്ചവൾ ഹൃദ്യ എന്ന് പറയും. അല്ലെങ്കിൽ ഹൃദ്യയായവളാണ് ദേവി, അല്ലെങ്കിൽ പ്രിയമായവളാണ് ദേവി. അപ്പോ ഉത്തമ ഭക്തരുടെ ഹൃദയത്തിൽ വസിക്കുന്നവളാണ് ദേവി. അതുകൊണ്ടാണ് ദേവി ഹൃദ്യ. നമ്മുടെയൊക്കെ ഹൃത്തിൽ ഭവിച്ചവളാണ്, ഹൃത്തിൽ വസിക്കുന്നവളാണ്, ഹൃത്തിന് പ്രിയമുള്ളവളാണ് ദേവി എന്നതുകൊണ്ട് ദേവി ഹൃദ്യ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി ഹൃദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രമണീയമായിട്ടുള്ള ഭാവമാണ്. അപ്പോ സൂക്ഷ്മ രൂപങ്ങളില്, സ്ഥൂല രൂപങ്ങള് സർവാംഗ സുന്ദരിയാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം ഹൃദ്യ. എല്ലാവരുടെയും ഹൃദയത്തില് ആത്മസ്വരൂപമായിട്ട് കുടികൊള്ളുന്നവളാണ് ദേവി. ആത്മസ്വരൂപിണി ദേവി മൂകാംബികെ എന്ന് നമ്മൾ വിദ്യാരംഭത്തിനെങ്കിലും ചൊല്ലാറുണ്ട്. ആത്മസ്വരൂപിണിയാണ് ദേവി. ആ ദേവി ഹൃദ്യ എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. ഓം ഹൃദ്യായേ നമ എന്ന് പറഞ്ഞ് നമുക്ക് ദേവിയെ നമസ്കരിക്കാം. ഇനി 304 നാമം ഹേയോപാദേയ വർജിത. ഹേയം, ഉപാദേയം, രണ്ട് ശബ്ദങ്ങള് ഇവിടെ നമ്മൾ പഠിക്കണം. ഹേയം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കേണ്ട എല്ലാറ്റിനെയും ഹേയം എന്ന് പറയും. ത്യജിക്കേണ്ട എല്ലാറ്റിനെയും ഹേയം എന്ന് പറയും. വർജിക്കേണ്ട എല്ലാറ്റിനെയും ഹേയം എന്ന് പറയും. അപ്പോ ഹേയം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കേണ്ടത്, ത്യജിക്കേണ്ടത്, വർജിക്കേണ്ടത്. ഇനിയോ ഉപാദേയം എന്ന് പറഞ്ഞാലോ, ഉപാദേയം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടത്. എന്തിനൊക്കെയാണോ സ്വീകരിക്കേണ്ട ജീവിതത്തില് അതിനെയൊക്കെ ഉപാദേയം എന്ന് പറയും. അപ്പൊ ദേവി ഹേയോ ഉപാദേയ വർജിതയാണെന്ന് പറഞ്ഞാൽ രണ്ടും, ഒന്നും സ്വീകരിക്കേണ്ടതായിട്ടും ദേവിക്കില്ല, ഒന്നും വർജിക്കേണ്ടതായിട്ടും ദേവിക്കില്ല. അതുകൊണ്ട് ദേവി ഹേയോ ഉപാദേയ വർജിത എന്ന് പറയും. അപ്പോ ഇവിടെ കൊള്ളേണ്ടതും തള്ളേണ്ടതുമായിട്ടുള്ള നിരവധി ശാസ്ത്രങ്ങള് നമ്മളെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പലതും മനുഷ്യന്റെ സദാചാരത്തിലൂടെ, ധർമ്മത്തിലൂടെയുള്ള അയനത്തിന് വേണ്ടിയിട്ട് ധാരാളം ശാസ്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? മായയിൽ കുരുങ്ങിയിട്ടുള്ള ഈ മനുഷ്യനാണ്. നമ്മൾ കണ്ടു 3 മലങ്ങള്, മായിക മലം, കാർമിക മലം, അതുപോലെ തന്നെ ആണവമലം. ഈ 3 മലങ്ങളില്, ആണവമലം ഇരിക്കുന്ന ആ ശരീരത്തില് ആ ബ്രഹ്മം ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മില്. അപ്പോൾ ആ മായയിൽ കുടുങ്ങിയിട്ടുള്ള നമ്മൾക്ക്
ഇതൊന്നും നമ്മൾക്ക് കാണിക്കാൻ, നമ്മൾക്ക് കൃത്യമായ പാതയിലൂടെ ചരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കൊള്ളേണ്ടതും തള്ളേണ്ടതുമായിട്ടുള്ള ഹേയവും ഉപാധേയവുമായിട്ടുള്ള നിരവധി ശാസ്ത്രങ്ങൾ രചിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ദേവിയെ ബാധിക്കുന്നില്ല. ഇതൊന്നും ദേവിക്ക് ബാധകമല്ല. എല്ലാത്തിനും അതീതയാണ് ദേവി. ദേവി പരാശക്തിയാണ്. അതുകൊണ്ട് ദേവി ഹേയോപാധേയ വർജിത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഓം ഹേയോപാധേയ വർജിതായേ നമ എന്ന് നമുക്ക് ദേവിയെ നമസ്കരിക്കാം. ഇനി അതോടുകൂടി ഈ 70ാമത്തെ ശ്ലോകം അവസാനിക്കുകയാണ്. ആ ശ്ലോകം നമുക്ക് പെട്ടെന്ന് ചൊല്ലാം. നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാധേയ വർജിത. അടുത്ത നാമത്തിലേക്ക് പോവാം നമുക്ക്. 71ാമത്തെ ശ്ലോകം. രാജരാജാർച്ചിത രാജ്ഞി രമ്യാ രാജീവലോചന രഞ്ജനീ രമണീരസ്യ രണത്കിങ്കിണി മേഖല. രാജരാജാർച്ചിത രാജ്ഞി രമ്യാ രാജീവലോചന രഞ്ജനീ രമണീരസ്യ രണത്കിങ്കിണി മേഖല. ഇവിടെ 305 മുതൽ 312 വരെയുള്ള 8 നാമങ്ങളാണ് 71ാമത്തെ ശ്ലോകത്തിലുള്ളത്. പെട്ടെന്ന് ഓരോ നാമങ്ങൾ നോക്കാം. ഈ നാമങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട നാമങ്ങൾ വരുമ്പോൾ അവിടെ ഞാൻ നിർത്തും. അല്ലാത്തപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകും. രാജരാജാർച്ചിത, എളുപ്പമുള്ള അർത്ഥമാണ്. രാജരാജനാൽ അർച്ചിക്കപ്പെടുന്നവൾ. രാജരാജൻ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെയൊക്കെ രാജാവ്, അതാണ് ചക്രവർത്തി. അപ്പോൾ ചക്രവർത്തിയാൽ അർച്ചിക്കപ്പെടുന്നവൾ, പൂജിക്കപ്പെടുന്നവൾ, വാഴ്ത്തപ്പെടുന്നവൾ, ആദരിക്കപ്പെടുന്നവൾ ഒക്കെയാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം രാജരാജാർച്ചിത. ഇനിയോ അപ്പോൾ രാജരാജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ദേവനായിട്ടുള്ള പരമശിവൻ തന്നെയാണ് രാജരാജൻ. ആ രാജരാജന്റെ പത്നിയാണ് ദേവി. അതുകൊണ്ട് ദേവിയും തന്നെ അതുപോലെ അർച്ചിക്കപ്പെടേണ്ടവളാണ്. അപ്പോ രാജരാജൻ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം കൂടിയുണ്ട്. മനുവിനെ രാജരാജൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം മനുവിൽ നിന്നാണ് ഈ വംശപരമ്പര തന്നെ ഉണ്ടായത്. നമുക്കറിയാം, സ്വയംഭുവ മനുവും ശതരൂപാദേവിയിൽ നിന്നുമാണ് ഈ മനുഷ്യ ജന്മത്തിന്റെ നമ്മുടെയൊക്കെ പ്രപിതാമഹനാണ് ആര്? സ്വയംഭുവ മനു. അപ്പോ മനു എന്ന് പറഞ്ഞാൽ എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ്. കാരണം അദ്ദേഹമായിരുന്നു ചക്രവർത്തിമാരുടെയൊക്കെയും ചക്രവർത്തിയുടെ സ്ഥാനത്തിരിക്കുന്ന ആള്. അതുപോലെ തന്നെ കുബേരൻ എന്നുള്ള അർത്ഥവും ആർക്കുണ്ട്? രാജരാജൻ എന്ന് പറഞ്ഞാൽ കുബേരൻ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ മനുവും കുബേരനും. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ആദ്യത്തെ ചക്രവർത്തിയായ മനുവും എല്ലാ ധനങ്ങളുടെയും അധിപനായ കുബേരനും, ആ കുബേരനാലും മനുവാലും ആരാധിക്കപ്പെടുന്നവളാണ് ദേവി രാജരാജാർച്ചിത. എല്ലാ ചക്രവർത്തിമാരും എന്ന് പറഞ്ഞു ആദ്യം. അതിനുശേഷം ചക്രവർത്തിമാരുടെയൊക്കെ ആദ്യത്തെ ചക്രവർത്തിയായിട്ടുള്ള മനു, അതുപോലെ ധനങ്ങളുടെ മുഴുവൻ അധിപനായിട്ടുള്ള കുബേരൻ, ഇവരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് അപ്പോ ഇവിടെ ശരിക്കും ആധ്യാത്മിക തലത്തിലെ രാജരാജൻ എന്നാൽ സർവശക്തനായ ജഗദീശ്വരനാണ്, പരമേശ്വരനാണ്. ദേവി ആ ഈശ്വരന്റെ ഈശ്വരിയാണ്. ആ ഈശ്വരനാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി രാജരാജാർച്ചിത. അപ്പോ ഈ പ്രപഞ്ച തത്വം തന്നെ സ്വരൂപമായിട്ടുള്ള ഈ ദേവി എല്ലാവരാലും ആരാധിക്കപ്പെടുന്നു. നമ്മൾ കണ്ടു അവിടെ വിഷ്ണുവും സദാശിവനും രുദ്രനും അതുപോലെ ഇന്ദ്രനും വരുണനും ഒക്കെ കിരീടം താഴെ വെച്ച് ദേവിയുടെ പാദത്തിൽ ഇങ്ങനെ സിംഹാസനത്തിൻ്റെ താഴത്തിരിക്കുകയാണ്. അങ്ങനെ ദേവി പരമശിവൻ വരുമ്പോൾ എഴുന്നേറ്റ് പോകുമ്പോൾ ആ കിരീടത്തിലെ മുത്തുകൊണ്ട് കാല് മുറിയാതിരിക്കാൻ, ആ മൃദുല പാദങ്ങൾ മുറിയാതിരിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ദേവിമാർ ഉപദേവതകളെല്ലാം പറയാണ് ദേവി ശ്രദ്ധിക്കണേ എന്ന്. അപ്പൊ നമുക്ക് അവിടെ തന്നെ മനസ്സിലായി എല്ലാവരും ഈ ശക്തി ഇല്ലാതെ ഇപ്പോൾ ആർക്കും ചരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം യോഗനിദ്രയായി മാറും ദേവി ഇല്ലെങ്കിൽ. അപ്പോൾ പ്രപഞ്ചം തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് എല്ലാ ശക്തികളും പ്രദാനം ചെയ്യുന്ന ദേവിയാണ്. ആ ദേവിക്ക് നമസ്കാരം. രാജരാജാർച്ചിതായേ നമ. 306ാമത്തെ നാമം രാജ്ഞി. ഇവിടെ നമ്മൾ ആദ്യത്തെ നാമം കഴിഞ്ഞു ശ്രീമാത. രണ്ടാമത്തെ നാമം എന്തായിരുന്നു? ശ്രീ മഹാരാജ്ഞി എന്നുള്ളത്. മൂന്നാമത്തെ ശ്രീമത് ത്രിപുര സുന്ദരി. അപ്പോൾ ശരിക്കും ശ്രീമാത, ശ്രീ മഹാരാജ്ഞി,
ശ്രീമത് സിംഹാസനേശ്വരി. ഇപ്പോൾ 3 രൂപങ്ങൾ നമ്മൾ കണ്ടു. അവിടെ നമ്മൾ കണ്ടു ദേവി അമ്മയാണ്, ദേവി രാജ്ഞിയാണ്, ദേവി ശിക്ഷിക്കാൻ സിംഹാസനത്തിലിരിക്കുന്നവളാണ്. അപ്പോൾ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നമ്മൾ ആദ്യത്തെ 3 നാമത്തിൽ തന്നെ കണ്ടു. ഇവിടെ വീണ്ടും വരികയാണ് ശ്രീ മഹാരാജ്ഞി എന്നുള്ള നാമത്തിന് പകരം രാജ്ഞി എന്നുള്ള സകല ലോകത്തിൻ്റെയും സകല ഭുവനത്തിൻ്റെയും ദേവിയായിരിക്കുന്ന ദേവി രാജ്ഞി, മഹാകാമേശനായിരിക്കുന്ന ശിവന്റെ പട്ടമഹിഷിയായിരിക്കുന്ന ദേവി രാജ്ഞി എന്നുള്ള മഹാരാജ്ഞി എന്ന നാമം തന്നെയാണ് ഇവിടെ. അപ്പോ സകല ലോകത്തിൻ്റെയും ഈശ്വരനാണ് കാമേശ്വരൻ. ദേവി സകല ഭുവനങ്ങളിലെയും ഈശ്വരിയാണ്. അപ്പോൾ ആ അദ്വിതീയത്വമാണ് ഇവിടെ ആക്ച്വലി കാണുന്നത്. അപ്പോൾ ദേവി ആജ്ഞാശക്തി, സർവാധിപത്യം, ഇതൊക്കെ ദേവിയില് വിളങ്ങുകയാണ്. അതുകൊണ്ട് ദേവിയുടെ അദ്വിതീയത്വം, എല്ലാം രാജ്ഞി തന്നെ എന്നുള്ള ശബ്ദം പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ രാജ്ഞി എന്നുള്ളത് ദേവിയുടെ ആ കമാൻഡിങ് പവർ, ദേവിയെ കവച്ചു വെക്കാൻ മറ്റൊന്നും ലോകത്തില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ താരണതാരിണിയായിട്ട് ദക്ഷിണേശ്വർ ക്ഷേത്രത്തിലിരിക്കുന്ന ദേവി, ആ ശിവന്റെ ഹൃദയഭാഗത്ത് തൻ്റെ പാദകമലം വെച്ച് നിൽക്കുന്ന ദേവി, രക്തബീജനെ വധിച്ചതിന് ശേഷം നിൽക്കുന്ന ദേവി, ആ ദേവിയുടെ രൂപം തന്നെ കാണിക്കുന്നത് ദേവിയുടെ അപാരമായ ശക്തിയാണ്. അപ്പോൾ ദേവിയുടെ ആ രാജ്ഞി എന്നുള്ള നാമം, ആ നാമത്തിന് മുന്നിൽ നമസ്കരിക്കാം. 307 നാമം രമ്യ. അപ്പോൾ രമ്യ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നവൾ, രമിപ്പിക്കുന്നവൾ, മനോഹരിയായവൾ എന്നൊക്കെയാണ് രമ്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പരാശക്തി ഈ പ്രപഞ്ച സ്വരൂപിണിയായിട്ട് സർവ സൗന്ദര്യത്തിൻ്റെയും അതിൻ്റെ മൂർത്തിമത് ഭാവമായിട്ട് എല്ലാറ്റിനെയും എല്ലാവരെയും രമിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് ദേവി രമ്യ എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പൊ രമ്യ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം രാത്രി സ്വരൂപമായവൾ എന്നാണ്. അപ്പൊ ദേവി നമ്മൾ നിദ്രയിൽ രാത്രി സ്വരൂപമായിട്ട് നിദ്രാരൂപത്തിലെ ദേവി നമ്മളെയെല്ലാം, ആത്മാവിനോട് നമ്മൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന സമയമാണ് ഉറക്കം. അതുകൊണ്ടാണ് നമ്മൾക്ക് ഉറങ്ങാതെ ജീവിക്കാൻ പറ്റാത്തത്. എന്ത് കൊടുത്താലും മതിയാവും, പക്ഷെ നിദ്രയില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും പ്രേമം നമുക്ക് സുഖമായ ഉറക്കത്തോടാണ്. അപ്പൊ ദേവി തന്നെയാണ് നമ്മളെ ആത്മസ്വരൂപം നമ്മൾക്ക് കാണിച്ചു തന്ന് നമ്മളെ ഉറക്കുന്നത്. എല്ലാം നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, അടക്കിയതിന് ശേഷം സുഖമായിട്ടുള്ള ആത്മചൈതന്യത്തോടു കൂടി നമ്മളെ ലയിപ്പിക്കുന്ന ആ നിദ്രാസ്വരൂപിണി കൂടിയാണ് ദേവി. അതുകൊണ്ടും ദേവിക്ക് രമ്യ എന്നുള്ള നാമം. ഇനി 308 നാമം നോക്കാം. രാജീവലോചന. വളരെ എളുപ്പമായിട്ടുള്ള നാമമാണ്. രാജീവം എന്ന് പറഞ്ഞാൽ താമര. വളരെ കോമൺ ആയിട്ടുള്ള അർത്ഥം താമരാണ്. പക്ഷെ താമര എന്നല്ലാതെ മാൻ എന്നും അതുപോലെ തന്നെ മത്സ്യം, മീൻ എന്നും അർത്ഥമുണ്ട്. മാൻ എന്നും മീൻ എന്നും കൂടി അർത്ഥമുണ്ട് രാജീവം എന്നുള്ള ശബ്ദത്തിന്. അപ്പൊ ദേവി രാജീവലോചനയാണ്. താമരയുടെ ഇതള് പോലെ മനോഹരമായ നീണ്ട മെഴികളോട് കൂടിയവൾ, നീണ്ടു വിടർന്ന മെഴികളോട് കൂടിയവൾ, ആ ദേവിക്ക് നമസ്കാരം. അതുകൊണ്ട് ദേവി രാജീവലോചന. ഇനിയോ മാനിന്റെ കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ മാനിന്റെ കണ്ണുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളോട് കൂടിയവൾ. അതുകൊണ്ട് ദേവി ഇങ്ങനെ ഭക്തരെ നോക്കുകയാണ്. പ്രപഞ്ചത്തിലുള്ള സദാ ശങ്കരാചാര്യരുടെ ശ്ലോകമൊക്കെ നമ്മുടെ സൗന്ദര്യലഹരിയിലെ ദേവിയുടെ കണ്ണുകളെ നമ്മൾ സ്ഥൂല രൂപത്തില് വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞു. അപ്പോ ദേവി ഇങ്ങനെ ഭക്തരെ ഇങ്ങനെ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളാൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേവി സഹസ്രാക്ഷിയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എല്ലാം നമ്മൾ ചെയ്യുന്നത് ദേവി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരർത്ഥം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ആ മനോഹരമായ കണ്ണുകളുള്ളവൾ, മാൻ കണ്ണുകളുള്ളവൾ രാജീവലോചന. ഇനി മത്സ്യത്തിനെ നമ്മൾ കണ്ടു, എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മത്സ്യം. അതുപോലെ തന്നെ മത്സ്യം മുട്ടയെ വിരിയിക്കുന്നത് ശാസ്ത്രീയമായിട്ട് തന്നെ പറയുന്നതാണ്. മത്സ്യം അനങ്ങാതെ തൻ്റെ മുട്ടകളെ നോക്കിയിട്ട് നിൽക്കുമത്രേ. ആ മുട്ട വിരിയുന്നത് വരെ ഏകീകൃതമായിട്ട് തൻ്റെ മെഴികൾ ആ മുട്ടകളിൽ തന്നെ കേന്ദ്രീകരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ്, ആ ശക്തിയിൽ നിന്നാണ് മത്സ്യത്തിൻ്റെ മുട്ടകൾ വിരിയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിനെ തന്നെ വിരിയിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ചൈതന്യത്തെ വിരിയിച്ചെടുക്കുന്ന ദേവിയുടെ കണ്ണുകളാണ് ഇവിടെ ആ മത്സ്യത്തിൻ്റെ കണ്ണുകൾ എന്നുള്ള രീതിയിൽ ആകുന്നത്. അപ്പോൾ രാജീവം താമരയാണെങ്കിലും മാനാണെങ്കിലും മത്സ്യമാണെങ്കിലും മനോഹരമായിട്ടുള്ള, കരുണാർദ്രമായിട്ടുള്ള, ഗംഭീരമായിട്ടുള്ള കണ്ണുകളാണ്. നമ്മൾ ഭാരതീയ സൗന്ദര്യശാസ്ത്രത്തിൽ ഈ 3
താമരയോടും മാനിനോടും അതുപോലെ മത്സ്യത്തിനോടുമാണ്, മീനിനോടുമാണ് സ്ത്രീയുടെ കണ്ണുകളെ ഉപമിക്കുന്നത്. അപ്പോൾ ഭക്തന്റെ ഹൃദയത്തെ ഭാവാർദ്രമാക്കുന്ന മിഴികളോട് കൂടിയുള്ളതാണ് ദേവി. അങ്ങനെ സങ്കല്പിച്ചാൽ മതി ആ മിഴികളെ. അപ്പൊ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആ രസം ഇങ്ങനെ ഉണർന്നു വരും. അപ്പോൾ അതിനെ നമ്മൾക്ക് ഒന്ന് ആസ്വദിച്ചുകൊണ്ട് അടുത്ത നാമത്തിലേക്ക് പോവാം. രഞ്ജനി. രഞ്ജിനി എന്നും പറയും, മലയാളികൾ രഞ്ജിനി എന്ന് പറയും, ബാക്കിയുള്ളവരൊക്കെ രഞ്ജനി എന്നാണ് പറയുന്നത്. ഇപ്പൊ രഞ്ജനി എന്നാണ് പല പുസ്തകങ്ങളിലും കാണുക. ഇപ്പൊ രഞ്ജനി എന്ന് പറഞ്ഞാൽ രഞ്ജിപ്പിക്കുന്നവളായ ദേവി, സന്തോഷിപ്പിക്കുന്നവളായ ദേവി, കൂട്ടിയിണക്കുക. രഞ്ജിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിയിണക്കുക എന്നുള്ള അർത്ഥമുണ്ട്. കൂട്ടിയിണക്കുന്നവളായ ദേവി, മനസ്സിന് കുളിർമ നൽകുന്നവളായ ദേവി, ഇങ്ങനെയൊക്കെയുള്ള ദേവി, ആ ദേവിക്ക് നമസ്കാരം. ഇവിടെയൊക്കെ എന്താണ്? ആരെയാണ് രഞ്ജിപ്പിക്കുന്നത്? ആരെയാണ് സന്തോഷിപ്പിക്കുന്നത്? ഭക്തരെ. തന്നിൽ വിശ്വാസമർപ്പിച്ച് തന്നെ അമ്മയായി കണ്ട് പ്രാർത്ഥിക്കുന്ന ഭക്തരെയൊക്കെ സന്തോഷിപ്പിക്കുന്ന ഭക്തി പരവശത്തില് അങ്ങനെ ദേവി ആ ഭക്തരെയൊക്കെ സന്തോഷിപ്പിക്കുന്ന, കൂട്ടിയിണക്കുന്ന, കുളിർമ നൽകുന്ന ദേവിയാണ്. ആ ദേവിക്ക് നമസ്കാരം, രഞ്ജിനി. ഇനിയോ മറ്റൊരു നാമത്തില് മഹേശ്വരൻ. മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ സ്ഫടിക സംകാശവർണ്ണമാണ് മഹേശ്വരന്റെ. ആ മഹേശ്വരന്റെ സ്ഫടിക സംകാശവർണ്ണവും അതുപോലെ തന്നെ ദേവി അരുണവർണ്ണയാണ്. എല്ലായിടത്തും നമ്മൾ കണ്ടു, ദേവിയുടെ അരുണാഭയാണ്, ചുവപ്പാണ് ദേവിയുടെ വർണ്ണം സകല സ്ഥലത്തും. അപ്പോ ആ ദേവിയുടെ അരുണാഭം ചേർന്നിട്ടുള്ള ആ വർണ്ണത്തോടു കൂടി മഹേശ്വരൻ ദേവിയോട് കൂടി ചേരുമ്പോൾ, ആ ദേവിയോട് കൂടിയിട്ട് രഞ്ജിപ്പിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ കൂടിച്ചേരുമ്പോൾ ആ മഹേശ്വരൻ പോലും അരുണാഭനായി മാറുന്നു. അപ്പോ എല്ലാം ജഗദംബയാണ്. അപ്പോ സദാ യുഗാവസ്ഥയിലിരിക്കുന്ന ആ മഹേശ്വരന്റെ വർണ്ണം, സ്ഫടിക സംകാശമായിട്ടുള്ള വർണ്ണം. ഒന്ന് മ്യൂട്ട് ചെയ്യൂട്ടോ, ആരോ അൺമ്യൂട്ടിലാണ്. ഓക്കെ. അപ്പോൾ ആ സ്ഫടിക സംകാശവർണ്ണത്തിലുള്ള ആ മഹേശ്വരനെ ദേവിയുടെ അരുണാഭയിൽ ആ അരുണവർണ്ണമായി തീരുന്നു. അതാണ് ദേവി തന്നെയാണ് എല്ലാമായി മാറുന്നത് എന്നാണ് രഞ്ജിനി എന്നുള്ള ഈ നാമം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി 71ാമത്തെ നാമത്തിലേക്ക് പോവാം. 310ാമത്തെ നാമത്തിലേക്ക് പോവാം നമുക്ക്. 71ാമത്തെ ശ്ലോകത്തിലെ രമണി. ഇവിടെ രമണി എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവളായ ദേവി, സന്തോഷിപ്പിക്കുന്നവളായ ദേവി, ക്രീഡിപ്പിക്കുന്നവളായ ദേവി, ഉല്ലസിപ്പിക്കുന്നവളായ ദേവി, ഇതൊക്കെ ചെയ്യുന്ന ദേവി രമണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ആ ദേവിക്ക് നമസ്കാരം. തൻ്റെ ഉപാസകരായ ഭക്തരെയെല്ലാം ദേവി രമിപ്പിക്കും, ആനന്ദിപ്പിക്കും, ക്രീഡിപ്പിക്കും, ഉല്ലസിപ്പിക്കും. അതുകൊണ്ട് ദേവിയുടെ നാമം രമണി. ഇനിയോ കാമാരിയായിട്ടുള്ള പരമേശ്വരനെ കാമാവിഷ്ടനാക്കിയിട്ട് രസിപ്പിക്കാൻ കഴിയുന്ന ത്രിപുര സുന്ദരിയാണ്. നമ്മൾ കണ്ടു ആ ദേവി തൻ്റെ ചിദഗ്നികുണ്ട സംഭൂതയായിട്ട് ദേവി ഉണർന്നു വരുമ്പോൾ ആ മാല വരണമാല്യം ചുഴറ്റി എറിയുന്നതാണ് കാമേശ്വരന്റെ ഹൃദയത്തിൽ വീഴുന്നത്. അതുപോലെ തന്നെ കാമനെ പാർവതിക്ക് പരമശിവൻ സർവസംഘ പരിത്യാഗിയായിട്ട് തപസ്യായിട്ട് യോഗനിദ്രയിലിരിക്കുമ്പോൾ ആ പാർവതിയുമായിട്ട് രമിപ്പിച്ചത് അല്ലെങ്കിൽ കൂട്ടിയിണക്കിയത് ആരായിരുന്നു? കാമദേവനായിരുന്നു. അപ്പോ ആ കാമദേവനെ കൂട്ടുപിടിച്ച് പരമശിവനെ പോലും കാമാരിയെ പോലും കാമലോലുപനാക്കി മാറ്റിയത് ആരായിരുന്നു? ദേവിയാണ്. അങ്ങനെയുള്ള ആ ദേവിക്ക് രമണി എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. ഇവിടെ താരകാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി ലോകനന്മയ്ക്ക് പാർവതി ദേവിയോട് കൂടിച്ചേർന്ന് അങ്ങനെ രമണിയായിട്ട് ദേവി കാമാരിയെ കാമലോലുപനാക്കി മാറ്റി എന്നുള്ള കഥയെല്ലാം നമുക്കറിയാം. അങ്ങനെയുള്ള 310ാമത്തെ നാമം രമണി എന്നുള്ള നാമം നമുക്ക് ദേവിക്ക് നമസ്കാരം പറയാം. 311ാമത്തെ നാമമാണ് രസ്യ. രസ്യ എന്ന് പറഞ്ഞാൽ രസിക്കുന്നത്, ആസ്വദിക്കുന്നത്, അതുപോലെ പൂർണ്ണമായും അനുഭവിക്കുന്നതിന് യോഗ്യയായ ദേവി. ഇപ്പോൾ ദേവി തൻ്റെ ഉപാസകരെ ഒക്കെ ആ ഭക്തരെയൊക്കെ രസിപ്പിക്കുന്നത് ദേവിയാണ്, ആസ്വദിപ്പിക്കുന്നതിന് തക്കതാക്കുന്ന ദേവിയാണ്, പൂർണ്ണമായും അവർക്ക് ഈ ജീവിതം അനുഭവിക്കുന്നതിന് തക്കതാക്കുന്നത് ദേവിയാണ്. അങ്ങനെയുള്ള ദേവി രസദായിനിയാണ്. അതുകൊണ്ട് ദേവിക്ക് രസ്യ എന്നുള്ള നാമം. ആനന്ദദായിനിയാണ്, അതുകൊണ്ട് ദേവിയെ രസ്യ എന്ന് വിളിക്കുന്നു. സാന്ദ്രാനന്ദ രൂപിണിയാണ് ദേവി, അതുകൊണ്ട് ദേവിയെ രസ്യ എന്ന് വിളിക്കുന്നു. ഇനി 312ാമത്തെ നാമത്തിലേക്ക് പോവാം. രണത് കിങ്കിണി മേഖല. എളുപ്പമാണ്. രണത് എന്ന് പറഞ്ഞാൽ ശബ്ദിക്കുന്ന,
ഇങ്ങനെ എപ്പോഴും കിലുങ്ങുന്ന, ശബ്ദിക്കുന്ന കിങ്ങിണി. കിങ്ങിണി എന്ന് പറഞ്ഞാൽ രത്നം. രത്നമയമായിട്ടുള്ള മണികളാണ് കിങ്ങിണി. രത്നം കൊണ്ട് കെട്ടിയിട്ടുള്ള മണികളാണ് കിങ്ങിണി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മേഖല? മേഖല എന്ന് പറഞ്ഞാൽ ദേവിയുടെ അരഞ്ഞാണം. ഇവിടെ നമുക്ക് ഓഢ്യാണമാണെന്ന് സങ്കല്പിക്കാം. ദേവിയുടെ വസ്ത്രത്തിന് മേൽ ഉടുത്തിരിക്കുന്ന ഓഢ്യാണമാണ് ഈ അരഞ്ഞാണം. ഇവിടെ അത് രണത്തായ, സദാ ചലിക്കുന്ന രത്നം കൊണ്ടുള്ള മണികളാൽ അലങ്കൃതമായിട്ടുള്ള ദേവി. അങ്ങനെ രണത്കിങ്കിണി മേഖല ധരിച്ചിരിക്കുന്ന, രണത്തായ, സദാ ചലിക്കുന്ന, ശബ്ദിക്കുന്ന ആ രത്നമണികൾ ധരിച്ചിരിക്കുന്ന, ആ ഒഢ്യാണം ധരിച്ചിരിക്കുന്ന ദേവി, ശിഞ്ചിത നാദം മുഴക്കുന്ന അരഞ്ഞാണം ധരിച്ചിരിക്കുന്ന ദേവി. ഇവിടെ ദേവി സുസ്ഥൂല രൂപിണിയായിട്ടാണ് ഈ നാമത്തിൽ അറിയപ്പെടുന്നത്. ആ ദേവിക്ക് നമസ്കാരം. ഇനി ഇതോടുകൂടി ഈ ശ്ലോകം അവസാനിക്കുകയാണ്. ഒന്ന് നമുക്ക് ആ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. രാജരാജാർച്ചിതാരാജ്ഞി രമ്യ രാജീവലോചന രഞ്ജിനി രമണീരസ്യ രണത്കിങ്കിണി മേഖല. അങ്ങനെ 71ാമത്തെ ശ്ലോകം അവസാനിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് 72ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. രമാരാഗേന്ദുവദന രതിരൂപാരതിപ്രിയ രക്ഷാകരി രാക്ഷസഗ്നി രാമാ രമണലംബട. രമാരാഗേന്ദുവദന രതിരൂപാരതിപ്രിയ രക്ഷാകരി രാക്ഷസഗ്നി രാമാ രമണലംബട. ഈ 72ാമത്തെ ശ്ലോകത്തില് 313 മുതൽ 320 വരെ 8 നാമങ്ങളാണ് ഉള്ളത്. പെട്ടെന്ന് നമുക്ക് ഓരോ നാമങ്ങളും നോക്കാം. രമ. ഇപ്പൊ രമ എന്നുള്ള നമ്മൾ നാരായണി എന്നുള്ളൊക്കെ നാമം കണ്ടു, ലക്ഷ്മി എന്നുള്ള നാമം കണ്ടു, അതുപോലെ തന്നെ മഹാലക്ഷ്മി എന്നുള്ള നാമം കണ്ടു. ഇതൊക്കെ പോലെ തന്നെയാണ് രമ എന്നുള്ള നാമം. രമ എന്നുള്ള നാമത്തില് രമിപ്പിക്കുന്നതായ ദേവി, രമിപ്പിക്കുന്നവളായ ദേവി. അപ്പോ തന്റെ ഭക്തർക്ക് സമ്പത്തും സമൃദ്ധിയും പ്രദാനം ചെയ്ത് ആ ഭക്തരെ രമിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ദേവിയാണ് രമ. ആ ദേവിക്ക് നമസ്കാരം. ഇനിയോ, രമ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി സ്വരൂപിണിയായ ദേവിയാണ്. നാരായണി എന്ന് പറയുന്നത് പോലെ ലക്ഷ്മി സ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ് രമ എന്ന് പറയുന്നത്. അപ്പോ സൂതസംഹിതയിലെ ഒരു ശ്ലോകം പെട്ടെന്ന് നോക്കാം നമുക്ക്. ലക്ഷ്മീർ വാഗാതിരൂപേണ നർത്തകീയ വിഭാതിയ എന്നാണ് പറയുന്നത്. ലക്ഷ്മീർ വാഗാതിരൂപേണ നർത്തകീയ വിഭാതിയ. അപ്പോ ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും വേഷം കെട്ടുന്ന നർത്തകിയാണ് ദേവി എന്ന്. അപ്പോ ദേവി തന്നെയാണ് എല്ലാം. ഇതെല്ലാം ഒന്നാണെന്ന് നമ്മൾ കണ്ടു. പ്രപഞ്ചത്തില് ശാക്തേയമാണെങ്കിലും അതുപോലെ തന്നെ ശൈവമാണെങ്കിലും വൈഷ്ണവമാണെങ്കിലും ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നത് ഈ ദേവിയുടെ ശക്തി തന്നെയാണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും വേഷം കെട്ടുന്നത് ദേവിയാണെന്ന് സൂതസംഹിതയിലെ ഈ ശ്ലോകം പറയുന്നു. അതുകൊണ്ട് ലക്ഷ്മിയും സരസ്വതിയും ഒക്കെ പ്രപഞ്ചരൂപിണിയായിട്ടുള്ള ദേവി തന്നെയാണ്. അതുകൊണ്ട് രമ എന്നുള്ള ദേവിക്ക് നമസ്കാരം. ഇനി രാഗേന്ദു വദന, 314ാമത്തെ നാമം. രാഗേന്ദു വദന. രാഗേന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്? രാഗേന്ദു എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ. ഇപ്പോ ഓരോ തിഥിക്കുമുള്ള ചന്ദ്രന് ഓരോ പേരുണ്ട്. ഇവിടെ പൗർണമി ദിനത്തിലെ ചന്ദ്രനെ, ശശിയെ രാഗാശശി എന്നാണ് പറയുന്നത്. ഇപ്പൊ രാഗാശശി എന്ന് പറഞ്ഞാൽ പൗർണമി ദിനത്തിലെ ചന്ദ്രനെ പറയുന്ന പേരാണ്. അപ്പൊ ഇവിടെ രാഗേന്ദുവദന, ആ പൗർണമി ദിനത്തിലെ ചന്ദ്രന്റെ പോലത്തെ തെളിഞ്ഞ മുഖമുള്ളവളായ ദേവി. ആ ദേവിക്ക് വദനം എന്ന് പറഞ്ഞാൽ മുഖം. ആ ദേവിക്ക് നമസ്കാരം. അപ്പോ പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖം. ഇവിടെ ഈ ഉപമ കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്? ദേവി ശീതളിതയാണ് ദേവിയുടെ ഭാവം എന്നുള്ള. വളരെ ഭക്തർ എല്ലാ ഭാവത്തിലും ദേവിയെ നമുക്ക് പ്രാപിക്കാൻ പറ്റും. നമ്മൾ ഭദ്രകാളിയുടെ ഇതുപോലെ തന്നെ എന്താ പറയുക, രൂപങ്ങളെ 5 ഭദ്രകാളിയുടെ ഭാവങ്ങൾ കണ്ടു നമ്മൾ. ഓരോ തവണയും ഓരോ അസുരന്മാരെ വധിക്കാൻ വേണ്ടി 5 ഭദ്രകാളി രൂപമെടുത്ത ഭദ്രകാളിയെ കണ്ടു നമ്മൾ. ദശമഹാവിദ്യകളെ കണ്ടു നമ്മൾ. അതുപോലെ തന്നെ അഷ്ടദുർഗകളെ കണ്ടു നമ്മൾ. ഇതിലൊക്കെ രൂപമാണ്. ഓരോ തരത്തിലും ഭക്തനെ ഏത് തരത്തില് സാധന ചെയ്യണോ അതൊക്കെ ആ സ്ഥലങ്ങളിലൊക്കെ ദേവി അതുപോലെ ഭക്തനെ കനിയാൻ വേണ്ടിയിട്ട് ദേവി ഇരിക്കും. അപ്പൊ ഇവിടെ ഈ രാഗേന്ദുവദന എന്ന് പറയുമ്പോൾ ആ ശീതളമായിട്ടുള്ള കാരുണ്യവും സൗന്ദര്യവും ഒക്കെ വഴിഞ്ഞൊഴുകുന്ന ആ ദേവിയാണ്. ആ പൗർണമി ദിനത്തില് നമ്മൾ മറ്റൊരു നാമത്തിലും കണ്ടു. പൗർണമിയുടെ ദിനത്തിലിരിക്കുന്ന ഏതായിരുന്നു?
പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ദേവിയുടെ നാമം. അപ്പോൾ അതുപോലെ ഉള്ള ദേവി, ആ ദേവിക്ക് നമസ്കാരം. ആ കാരുണ്യത്തോടും ശീതളതയോടും കൂടിയിരിക്കുന്ന ആ രാഗേന്ദുവദനയായിട്ടുള്ള ദേവി, ആ ദേവിക്ക് നമസ്കാരം. ഇനി 315 നാമം രതിരൂപ. അപ്പോൾ രതിരൂപയാണ് ദേവി. രതി എന്ന് പറഞ്ഞാൽ ആരാണ്? മന്മഥൻ, അല്ലെങ്കിൽ ആ, ആ, മന്മഥന്റെ, കാമദേവന്റെ പത്നിയാണ് രതി. ഇപ്പൊ രതി പറഞ്ഞാൽ കാമദേവന്റെ അല്ലെങ്കിൽ മന്മഥന്റെ പത്നിയാണ് രതി. ആ രതിയുടെ രൂപം തന്നെ ആയിരിക്കുകയാണ് ദേവി. ഇപ്പോൾ ദേവി തന്നെയാണ് രതി. ഇനി മറ്റൊരർത്ഥത്തിൽ രതി എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ 6ാമത്തെ കലയെ ആ രതി എന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ കണ്ടു, പൂർണ്ണചന്ദ്രനെ രാഗാശശി എന്ന് പറയുന്നു. അതുപോലെ തന്നെ 6ാമത്തെ കലയ്ക്ക് രതി എന്ന് പറയുന്നു. ആ ചന്ദ്രന്റെ 6ാമത്തെ കലയുടെ സ്വരൂപത്തോടു കൂടിയിട്ടുള്ള ദേവിയാണ് രതിരൂപ എന്ന് പറയുന്ന ദേവി. ആ ദേവിക്ക് നമസ്കാരം. ഇനി രതി എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ സംയോഗത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദത്തെ, ആ ആനന്ദത്തിന്റെ തന്നെ രൂപമായ, അപ്പോ ശൃംഗാര രസത്തിന്റെ സ്ഥായി ഭാവമാണ് രതിരൂപം. അപ്പൊ ദേവി തന്നെയാണ് ഈ രൂപവും. പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായിട്ടുള്ള ഈ രതി ദേവി തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, ഒന്നും യോഗാവസ്ഥയിലിരിക്കുന്ന, എല്ലാം ഉപേക്ഷിച്ച് യോഗനിദ്രയിലിരിക്കുന്ന ആ പരമശിവനെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, കാമലോലുവനാക്കുന്ന അല്ലെങ്കിൽ പരമേശ്വരനാക്കി മാറ്റുന്ന ആരാണ്? തൻ്റെ ഭർത്താവാക്കി ലോക നന്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ദൈവമാക്കി മാറ്റുന്ന ശക്തി ആരാണ്? ദേവിയാണ്. അപ്പൊ യോഗാവസ്ഥയിൽ നിന്നും സക്രിയമായിട്ടുള്ള അവസ്ഥയിലേക്ക് പരമശിവനെ മാറ്റുന്നത് ദേവിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന് ഇപ്പോൾ ആർക്കും, എല്ലാവർക്കും വൈരാഗ്യം വന്നു. സകല ചരാചരങ്ങൾക്കും സൃഷ്ടി നടത്തി. ബ്രഹ്മാവും ദേവിയും വിഷ്ണുവും ശിവനും എല്ലാവരും കൂടി സൃഷ്ടി നടത്തി. സൃഷ്ടി നടത്തിയതിന് ശേഷം എല്ലാവരും യോഗനിദ്രയിൽ പോയി. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രപഞ്ചം മുന്നിലേക്ക് പോവില്ല. അപ്പൊ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാവണമെങ്കിൽ ചരാചരങ്ങളില് ആ മായാരൂപത്തിലുള്ള ആ രതിയായിട്ട് ദേവി തന്നെയാണ് വസിക്കുന്നത്. അപ്പോൾ ദേവി ഇല്ലെങ്കിൽ എല്ലാവരും വിരക്തരായി മാറും. അപ്പോൾ ലോകം തന്നെ ഉണ്ടാവില്ല. അപ്പൊ നമ്മളെയൊക്കെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഓരോ കർമ്മങ്ങളിലും നമ്മളെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത് ദേവിയാണ്. ഇവിടെ രതി എന്നുള്ള അർത്ഥം നമ്മൾ നോക്കുമ്പോൾ, ധർമ്മോ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ എന്ന ഭഗവത്ഗീതയില് കൃഷ്ണൻ പറയുന്നുണ്ട്. ധർമ്മോ അവിരുദ്ധോ ഭൂതേഷു എന്ന് വെച്ചാൽ, ധർമ്മോ അവിരുദ്ധോ ഭൂതേഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭൂതങ്ങളിലും ഉള്ള എങ്ങനത്തെ കാമം? ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത എല്ലാ കാമനകളും, അതെല്ലാം ഞാനാകുന്നു എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പോ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത എല്ലാ കാമങ്ങളും, അതിനൊരു തെറ്റുമില്ല. അതിനെല്ലാം എന്താണ് പറയുന്നത്? അതെല്ലാം ദേവി തന്നെയാണ്. ഇപ്പോൾ മനുഷ്യനായാലും ജീവജാലങ്ങളായാലും ഒക്കെ ഇതെല്ലാം ഉള്ളവരാണ്. അതുകൊണ്ട് പക്ഷെ ധർമ്മത്തിന്, മറ്റുള്ളവരെ ഹനിക്കാത്ത, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത, മറ്റുള്ളവരുടെ മുതൽ കാക്ഷിക്കാത്ത, പരധാരങ്ങളെ വിചാരിക്കാത്ത, അങ്ങനെയുള്ള ആ എല്ലാവിധ കാമനകളും അത് ധാർമ്മികമാണ്. അതെല്ലാം ദേവി തന്നെയാണ് രതിരൂപ എന്നുള്ള നാമത്തിലൂടെ പറയുന്നത്. അപ്പോൾ രാഗേന്ദു, ഇനി ഇതിനെ മന്ത്രവ്യാഖ്യാന പ്രകാരം നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, മന്ത്രവ്യാഖ്യാന പ്രകാരം ശരിക്കും രമ, രാഗേന്ദുവദന, രതിരൂപ, ഈ 3 അക്ഷരങ്ങളിലുള്ള 3 നാമങ്ങളിലുള്ള രമ എന്നുള്ള നാമത്തിലെ ഈ വർണ്ണം, അതുപോലെ തന്നെ രാഗേന്ദുവദന എന്ന നാമത്തിലെ അനുസ്വാരം, ഇത് രണ്ടും ഉദ്ധരിച്ചിട്ട് അതിൽ നിന്നും രതിരൂപ എന്ന പദം ചേരുമ്പോഴാണ് കാമകല എന്ന് പറയുന്ന ആ കാമകലയെ കാണും. ഇപ്പൊ നമ്മള് ശ്രീവിദ്യാ മന്ത്രം പഠിച്ചപ്പോൾ കാമകല എന്താണെന്ന് ശരിക്കും വളരെ അതിൻ്റെ എന്താ പറയുക, പെരിഫറലായിട്ട്, വളരെ പ്രതലത്തിലൂടെ നമ്മൾ കാമകലയെ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഇനി കാമകല എന്നുള്ള നാമം വരും, അപ്പോൾ ഒന്നുകൂടി അതിനെ കാണാം. അപ്പോൾ ഇത് മന്ത്രശാസ്ത്രപരമായിട്ട് വളരെ അർത്ഥവത്തായിട്ടുണ്ട്. ഈ നാമങ്ങളിലെ ആദ്യാക്ഷരങ്ങൾ മന്ത്രങ്ങളാണ്. അതും ആ രൂപം കൂടിയായിട്ടുള്ള നാമമാണ് എന്നുള്ള ഈ 3 നാമങ്ങളും ഒരുമിച്ചെടുക്കുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് രതിരൂപ എന്ന് പറഞ്ഞാൽ ദേവി സകല ചരാചരങ്ങളെയും സൃഷ്ടികളിലേക്ക് നയിക്കുന്ന ആ ദേവിയാണ്. ദേവിക്ക് നമസ്കാരം എന്ന് പറയുന്നത്. ഇനി 316 നാമം രതിപ്രിയ. അപ്പോൾ രതി ദേവിക്ക് പ്രിയമായവൾ. പെട്ടെന്ന് നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ രതി ദേവിക്ക് പ്രിയമായവൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസഞ്ജീവന ഔഷധി എന്നുള്ള നാമം ഓർക്കുക.
ഹരന്റെ നേത്രം കൊണ്ട് ഭസ്മമാക്കി പോയ കാമൻ. ഇപ്പൊ പാർവതിയെ പരമേശ്വരനുമായി യോജിപ്പിക്കാൻ കാമദേവനാണ് സഹായിച്ചത്. പക്ഷെ കാമദേവൻ ഭസ്മമായി. അത് കഴിഞ്ഞ് കാമദേവൻ ഭണ്ഡാസുരനായി മാറി. ഇനി ഭണ്ഡാസുര വധം കഴിഞ്ഞു. വധം കഴിഞ്ഞതിന് ശേഷവും രതിദേവി പാവം, രതിദേവി ഭർത്താവില്ലാതെ പ്രിയതമില്ലാതിരിക്കുകയാണ്. അപ്പോൾ ഹരനേത്രാഗ്നി സന്ദഗ്ധനായിട്ടുള്ള കാമന് സഞ്ജീവനിയായിട്ടുള്ള ഔഷധിയായി മാറി ആര്? ദേവി. അങ്ങനെ ദേവിയുടെ ആ ഒരു പരമേശ്വരനെ നോക്കി ദേവി ഒന്ന് കടാക്ഷം ചൊരിഞ്ഞു. അതിൽ നിന്നും വീണ്ടും കാമൻ ഉണർത്തെഴുന്നേറ്റു എന്നാണ് പറയുന്നത്. അവിടെ അനങ്കനായിരുന്നു കാമൻ എന്നാണ് പറയുന്നത്. അംഗങ്ങളില്ലാത്ത കാമദേവനായി, നാശമില്ലാത്ത കാമദേവനായിട്ട്, അനങ്കനായിട്ട് രതിക്ക് കാമദേവനെ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ രതിപ്രിയ എന്ന് പറഞ്ഞാൽ ആനന്ദത്തിന് പ്രിയമുള്ളവളായ ദേവി. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആനന്ദങ്ങളും ദേവിക്ക് പ്രിയമാണ്. ഭക്തരെ ആനന്ദ സാഗരത്തിൽ ആറാടിക്കുന്ന ആ കഴിവ് ദേവിയുടെ കഴിവാണ്. അതുകൊണ്ട് ദേവി രതിപ്രിയ. ഇനി 317 നാമം രക്ഷാകരി. രക്ഷാകരി എന്ന് പറഞ്ഞാൽ രക്ഷാകരൻ. രക്ഷാകരൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ തന്നെയാണ്. ആ രക്ഷാകരന്റെ പത്നിയാണ്. അതുകൊണ്ട് ദേവി രക്ഷാകരി. ഇനിയോ രക്ഷാകരി എന്ന് പറഞ്ഞാൽ രക്ഷയെ പ്രദാനം ചെയ്യുന്നവർ. ഭക്തർക്ക് എല്ലാ തരത്തിലുള്ള രക്ഷകളും കൊടുക്കുന്നവളാണ് ദേവി. അതുപോലെ രക്ഷ എന്ന് പറഞ്ഞാൽ ഭസ്മം എന്നുള്ള ഒരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ശരിക്കും ഭസ്മം എന്ന് പറഞ്ഞാൽ ലയം, നമ്മൾ സംഹാരം എന്നുള്ള അർത്ഥം പലപ്പോഴും നമ്മൾ സംഹരിക്കേണ്ടത് ആരേ ഉള്ളൂ? ദുർഗുണങ്ങളുള്ള അസുരന്മാരെ, ദുർഗുണങ്ങളുള്ള മനുഷ്യരുടെ ദുർഗുണങ്ങളെ, ദുർഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അസുരന്മാരെ, രാക്ഷസന്മാരെ, ഇവരെയൊക്കെയാണ് സംഹരിക്കേണ്ടുള്ളൂ. മറ്റതെല്ലാം ആ കർമ്മം ഒടുങ്ങിക്കഴിഞ്ഞാൽ ലയിപ്പിക്കുകയാണ് ദേവി ചെയ്യുന്നത്. അതുകൊണ്ട് സൃഷ്ടിസ്ഥിതി ലയം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭസ്മം ലയത്തിൻ്റെയാണ്, പര്യായമാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം പഞ്ചഭൂതങ്ങൾ ലയിപ്പിക്കുന്നതാണ് ഭസ്മം. അപ്പോൾ ഭക്തരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി രക്ഷാകരി. ഇനിയോ അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവിക്ക് പ്രിയമുള്ളവളാണ് ദേവി. സൃഷ്ടി സ്ഥിതി സംഹാരം രക്ഷിക്കുന്നത് ദേവിയാണ്. ദേവി തന്നെയാണ് ലയിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സ്ഥിതിയും സംഹാരവും സൃഷ്ടി നമ്മൾ കണ്ടു കഴിഞ്ഞു. ദേവി തന്നെ ാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ നാമത്തില് രതിരൂപ എന്ന് കണ്ടു കഴിഞ്ഞു. സൃഷ്ടി ദേവിയുടെയാണ്. അതുപോലെ തന്നെ രതിപ്രിയ എന്ന് പറയുമ്പോൾ തന്നെയാണ്. രക്ഷാകരി എന്ന് പറയുമ്പോൾ ദേവി സൃഷ്ടിക്കുകയും അതിനുശേഷം ദേവി പരിപാലിക്കുകയും അത് കഴിഞ്ഞ് ലയിപ്പിക്കുകയും ചെയ്യുന്ന ദേവിയാണ്. അതുകൊണ്ട് രക്ഷാകരി. ഇനി 318 നാമം രാക്ഷസഗ്നി. രാക്ഷസഗ്നി എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നവളായ ദേവി. അപ്പോൾ ദേവി അസുര നിഗ്രഹണത്തിനാണ് പല പ്രാവശ്യവും ദേവി പല അവതാരങ്ങളും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ, ഈ ബ്രഹ്മാണ്ടത്തിലെ ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി ദേവി പല രൂപങ്ങളും എടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ആ രാക്ഷസന്മാരെ, അസുരന്മാരെ ഒക്കെ നിഗ്രഹിക്കുന്ന ദേവി രാക്ഷസഗ്നി. ഇനിയോ ഉപാസകന്മാരുടെ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ മനസ്സിൽ പലപ്പോഴും എന്തുണ്ടാവും? രാക്ഷസഭാവം ഉണ്ടാവും. പല രാക്ഷസഭാവങ്ങളുണ്ട്. അതെല്ലാം മാറ്റി നിർമ്മലമാക്കിയിട്ട് അതെല്ലാം തൻ്റെ അഗ്നിയിൽ നശിപ്പിക്കുന്ന ദേവിയാണ്. ഭക്തരുടെ മനസ്സിനെ നിർമ്മലമാക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവി രാക്ഷസഗ്നി എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ കഠിനഹൃദയരായിട്ടുള്ള, ഇപ്പോൾ ദയാഭാവം, കരുണ, ഇതൊന്നും തൊട്ടു തീണ്ടാത്ത മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ രാക്ഷസന്മാരാണ്. അവരെ വേണ്ട ശിക്ഷ കൊടുത്ത് നേർവഴിയിലേക്ക് നയിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവി രാക്ഷസഗ്നി. ഇനി 319 നാമം രാമ. ഇവിടെ രാമ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീരൂപത്തിനും രാമ എന്നുള്ള നാമത്തിലാണ് അറിയപ്പെടുന്നത്. എല്ലാ സ്ത്രീകളും, ഇപ്പൊ എല്ലാ സ്ത്രീരൂപവും ദേവി തന്നെയാണ് എന്നിവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാ സ്ത്രീകളും ദേവിയുടെ രൂപമാണ്, അംശഭൂതമാണ്, ഭൂതരാണ് എല്ലാവരും ദേവിയുടെ. പുരുഷന്മാരെല്ലാം പരമേശ്വരന്റെ അംശഭൂതങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളെല്ലാം ദേവിയുടെ അംശവുമാണ്. അതുകൊണ്ട് രാമ എന്നുള്ള ദേവി, ആ ദേവിക്ക് നമസ്കാരം. അപ്പൊ നമ്മൾക്കൊക്കെ ഓർമ്മ വേണം, നമ്മൾ തന്നെയാണ് ദേവി, ദേവി ചൈതന്യം നമ്മളുണ്ട് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മ വേണം. ഇനി രാമ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ശരിക്കും യോഗിമാരെയൊക്കെ ചിദാനന്ദത്തിൽ രമിപ്പിക്കും. അതുപോലെ തൻ്റെ പരമേശ്വരനായിട്ടുള്ള തൻ്റെ ഭർത്താവിനെ
എല്ലാ ആനന്ദത്തിലും ദേവി രമിപ്പിക്കും. അതുപോലെ തന്നെ രമ എന്ന് പറയുന്ന രാമ എന്ന് പറയുന്ന സ്ത്രീകളൊക്കെ അവരുടെ ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ നേർന്ന വഴിയിലേക്ക് നയിച്ച് അവരെ എല്ലാം കൊടുത്ത് രമിപ്പിക്കുന്നവരാണ്. അങ്ങനെ ആ നാമത്തിലും രാമ എന്നറിയുന്നു. അപ്പോൾ ശരിക്കും ദേവി ദ എംബോഡിമെന്റ് ഓഫ് ജോയ്, ബ്യൂട്ടി ആൻഡ് ചാം എന്ന് പറയാം നമുക്ക്. ഇനി മറ്റൊരു പേരില് രാമ എന്ന് പറഞ്ഞാൽ നദിയാണ്. അപ്പോ ഈ ബ്രഹ്മാണ്ടത്തിലെ അല്ലെങ്കിൽ ഈ ലോകത്തെ എല്ലാ പുണ്യതീർത്ഥങ്ങളും ദേവി തന്നെയായിരുന്നു, ദേവി തന്നെയാണ്. അതുകൊണ്ടാണ് ഗംഗയൊക്കെ ഗംഗ, യമുന, ബ്രഹ്മപുത്ര, നർമ്മദ, ഗോദാവരി, സിന്ധു, കാവേരി ഈ തീർത്ഥങ്ങളൊക്കെ ദേവി തന്നെയാണ്. രാമ എന്ന് നദീ ശബ്ദത്തിൽ എടുക്കുമ്പോൾ അപ്പോൾ ദേവി തന്നെ. അങ്ങനെ രാമ സകല സ്ത്രീകൾക്കും അംശമായിട്ടുള്ള ദേവി, അതുപോലെ തന്നെ സകല നദികൾക്കും നദികളുമായി ഭവിച്ചിരിക്കുന്ന ദേവി. ആ ദേവിക്ക് നമസ്കാരം. ഇനി 320ാമത്തെ നാമമാണ് രമണലംബട. ഇവിടെ രമണൻ കാമദേവനാണ്. ലംബടം എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവൾ. അപ്പോൾ കാമദേവനില് തൽപരയായിട്ടുള്ള ദേവിയാണ്. രമണൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഭർത്താവിൽ പരമേശ്വരനിൽ താല്പര്യമായിട്ടുള്ള ദേവിയാണ്. അതുപോലെ തന്നെ ദേവിയുടെ അംശമാണ്. അപ്പോൾ എല്ലാവരും ശരിക്കും സ്വന്തം ഭർത്താവിൽ ആനന്ദിക്കാൻ തൽപരയായിട്ടുള്ള ദേവിയാണ്. ആ ദേവിക്ക് രമണലംബട എന്ന് പറയുന്നു. അതുപോലെ തന്നെ രതിക്രിയടയിൽ താല്പര്യമുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ രമണലംബട എന്ന് പറയുന്നു. അപ്പോ ഇങ്ങനെ ഈ 320ാമത്തെ നാമത്തോടു കൂടി 72ാമത്തെ ശ്ലോകം അവസാനിക്കുകയാണ്. രമാരാഗേന്ദുവദന രതിരൂപാരതിപ്രിയ രക്ഷാകരി രാക്ഷസഗ്നി രാമാരമണലംബട. ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കാരണം 73ാമത്തെ ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ നാമം തന്നെ ഒരുപാട് പറയാനുണ്ടാവും. അതുകൊണ്ട് മുന്നിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സമാപിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.